ആരാണ് പറഞ്ഞത് ഒരു പെറ്റമ്മയ്ക്ക് മാത്രമേ കുഞ്ഞിനെ മുലയൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന്? ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഏതൊരു അമ്മയ്ക്കും മറ്റൊരമ്മ പ്രസവിച്ച കുഞ്ഞിനെയും മുലയൂട്ടാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് അമ്മമാർ ഈ വയനാട് ദുരന്ത സമയത്ത് മാതൃകയാവുകയാണ്. ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഭാവന എന്ന ഒരു അമ്മയാണ് ആദ്യമായി രംഗത്തെത്തിയത്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതായി എന്ന വിവരം ഭാവന എന്ന അമ്മയെ വിഷമിപ്പിച്ചത് കുറച്ചൊന്നുമല്ല. പിന്നെ താമസിച്ചില്ല. ഭർത്താവിൻ്റെ സമ്മതത്തോടെ അമ്മയില്ലാതായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയായിരുന്നു. ഭാവന പറയുന്നു, ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. വിശക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ സങ്കടം നന്നായി അറിയുന്ന ഒരമ്മ. കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ്. ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ സമൂഹ മാധ്യമങ്ങളിൽ സ്പ്രെഡായ ആ ഒരു സന്ദേശം. അത് കണ്ടതും കേരളം ഒന്നടങ്കം ആ അമ്മയെ അഭിനന്ദിക്കുകയായിരുന്നു. വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഒരു കമൻ്റായിരുന്നു അത് കഴിഞ്ഞ ദിവസം ഏറെ വൈറലായി. കമൻ്റ് ഇടുക മാത്രമല്ല, ഇതിനായി ഭാര്യയും 2 മക്കളുമായി ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കര വയനാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ദുരന്തത്തിൽ അകപ്പെട്ട അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടു വരും ഒരുപാട് കുഞ്ഞുങ്ങളാണ് വയനാട്ടിൽ ഇപ്പോഴുള്ളത്. അവർക്ക് മുലപ്പാൽ നൽകാനുള്ള ദമ്പതികളുടെ തീരുമാനത്തെ ആശംസകൾ കൊണ്ട് മൂടുകയാണ് കേരളം ഒന്നടങ്കം. 4 വയസ്സും 4 മാസവും പ്രായമുള്ള 2 കുട്ടികളുടെ അമ്മയാണ് ഭാവന. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലായി. അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്ന് ഭർത്താവ് സജനും പറയുന്നു. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല മനസ്സോടെ ആത്മാർത്ഥമായി സഹായിക്കാൻ വരുന്നവർ ഒരുപാട് പേരുണ്ട്. കയ്യിലുള്ള സാധനങ്ങൾ നൽകി, കയ്യിലുള്ള ഭക്ഷണത്തിനുള്ള വക നൽകി, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, അങ്ങനെ ഒരുപാട് തങ്ങൾക്ക് സാധിക്കുന്നത് പോലെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിനിടയിൽ സമൂഹ മാധ്യമങ്ങളിൽ സ്റ്റാർ ആവാൻ വേണ്ടി ആ ഒരു മനോഭാവത്തോടെ മുന്നോട്ട് വരുന്നവരുമുണ്ട്. പക്ഷെ അവിടെയൊക്കെ വ്യത്യസ്തരാവുകയാണ് ഇവിടെ സജിനും സജിൻ്റെ ഭാര്യയും. എന്തായാലും സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വയനാട്ടിൽ നിന്നും വെളിവന്നു. കഴിയുന്നതും നേരത്തെ തന്നെ പുറപ്പെടാൻ അവർ ആവശ്യപ്പെട്ടു. രാത്രി തന്നെ ഈ ദമ്പതികൾ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ഇവരുടെ ഉപജീവനം എന്ന് പറയുന്ന ഒരു പിക്കപ്പ് ജീപ്പാണ്. ആ പിക്കപ്പ് ജീപ്പിലാണ് ഇപ്പോൾ ഇവരുടെ യാത്ര. എത്രയും പെട്ടെന്ന് വയനാട്ടിലെത്തണം, എത്രത്തോളം കാലം വയനാട്ടിൽ നിൽക്കാൻ സാധിക്കുമോ അത്രയും താമസിച്ച് അവരെ സഹായിക്കാനാണ് ദമ്പതികളുടെ തീരുമാനം. യൂത്ത് കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു സജിൻ. വയനാട് ഇപ്പോൾ ദുരന്ത ഭൂമിയാണ്. പക്ഷെ വയനാടിനെ ഒരേ മനസ്സോടെ ഒരു നാട് ഒന്നാകെ ചേർത്ത് പിടിക്കുകയാണ് കേരളം മുഴുവൻ. ഒരു നേരത്തെ അന്നത്തിനായി മുണ്ടുമുറുക്കി കൊടുത്ത് കഷ്ടപ്പെടുന്നവരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ആ സുരുക്കൂട്ടി വെച്ചതൊക്കെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കളക്ടറേറ്റുകളിലും കളക്ഷൻ പോയിന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൺട്രോൾ റൂമുകളായി സോഷ്യൽ മീഡിയയും മാറുന്നു. ഇതിനെയൊക്കെ ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്ന് തന്നെയാണ് ഒരേ മനസ്സോടെ കേരളം ഇപ്പോൾ പറയുന്നത്. വയനാട്ടിലേക്ക് അവശ്യ വസ്തുക്കളും രക്തവും എത്തിക്കേണ്ടതിൻ്റെ പോസ്റ്റുകളാണ് 2 ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ നിറയെ. പല ആവശ്യങ്ങളും ഇതിനിടയിൽ സന്ദേശങ്ങളായി വന്നു. അതിനിടെ വന്ന വ്യത്യസ്തമായ ഒരു അഭ്യർത്ഥനയായിരുന്നു ഈ സജിൻ്റെ ഭാര്യയുടെയും ഈ അഭ്യർത്ഥന. ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന സന്ദേശമാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെത്തിയത്. ശരിക്കും ഇതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ആരും തയ്യാറാകാത്ത ഒരു കാര്യത്തിന് തന്നെയാണ് ഈ ദമ്പതിമാർ തയ്യാറായിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. അമ്മയില്ലാതെ കരയുന്ന കുഞ്ഞിനെ, അല്ലെങ്കിൽ അപകടത്തിൽ അമ്മ മരിച്ച കുഞ്ഞിനെ പാലൂട്ടിയ പോലീസുകാരിയെക്കുറിച്ചുമൊക്കെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ദുരന്ത ഭൂമിയിലേക്ക് കൈക്കുഞ്ഞുമായി പോകുന്ന അമ്മ, അതും സ്വന്തം കുഞ്ഞിന് നൽകേണ്ടുന്ന മുലപ്പാൽ മറ്റു കുഞ്ഞുങ്ങൾക്ക്, വിശന്നു കരയുന്ന മറ്റു കുഞ്ഞുങ്ങളുടെ വയറ് നിറയ്ക്കാൻ നൽകുന്ന ഒരു അമ്മ, അവിടെയാണ് ഈ അമ്മ വ്യത്യസ്തയാകുന്നത്. എന്തായാലും ഒരുപാട് ദമ്പതിമാരും ഇപ്പോൾ കുഞ്ഞുങ്ങളെ മുലപ്പാൽ നൽകി സംരക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ഈ ദമ്പതികളുടെ ആ ഒരു അവർ ചെയ്തതിനോടുള്ള ഒരു സപ്പോർട്ടിങ് തന്നെയാണ്. അവർ ചെയ്തത് കണ്ട് അവരെ മാതൃകയാക്കി തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പേർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും അതൊരു നല്ല നീക്കം തന്നെയാണ്. ഇത്തരക്കാർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഒരു ദുരന്തത്തിനും നമ്മെ തോൽപ്പിക്കാനാവില്ല. ഇതാണ് കേരളം. നമുക്ക് അഭിമാനിക്കാം. ആ സഹോദരനെയും സഹോദരിയും കുറിച്ചോർത്ത് പ്രളയത്തെ പോലും തോൽപ്പിക്കുന്ന ചേർത്തുവയ്പ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയാണ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്. ഇത്തരത്തിൽ വൻ കയ്യടിയാണ് ഈ യുവതിയുടെയും ഭർത്താവിൻ്റെയും മനസ്സിന് സൈബറിടം നൽകുന്നത്. എന്തായാലും ഈ ദമ്പതികൾക്കും ഇവരുടെ കുഞ്ഞുങ്ങൾക്കും ഒരുപാട് ആശംസകളും പ്രാർത്ഥനകളുമായി സമൂഹ മാധ്യമവും കേരളവും ഇവർക്കൊപ്പമാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.